السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ ഹ്രസ്വമായ രീതിയിൽ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ നോമ്പിലോ അതല്ലെങ്കിൽ അവസാനത്തേതിന് തൊട്ട് മുമ്പുള്ള നോമ്പിലോ ആണ് നമ്മളുള്ളത്. അല്ലാഹു തആല നാം നിർവഹിച്ച സുഹൃതങ്ങളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സുഹൃതങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായ കാര്യം. നാം കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ റബ്ബ് തആല അത് എത്രത്തോളം നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുക സാധ്യമല്ല. അതിനാൽ സുഹൃതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഇനി ഉയരേണ്ടത്. സുഹൃതങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഇനി ഉയരേണ്ടത്. മഹാന്മാരായ സ്വഹാബിമാരെ സംബന്ധിച്ച് താബിഉകൾ പറയുന്ന ഒരു വാക്യം എന്താ? 6 മാസക്കാലം അവരുടെ പ്രാർത്ഥന, പടച്ചവനെ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ, റമളാനിൽ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകണമേ. തുടർന്ന് റമളാൻ അടക്കമുള്ള 6 മാസക്കാലത്ത് അവരുടെ പ്രാർത്ഥന, റമളാനിൽ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. സുഹൃതങ്ങൾ സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്ന് ഞാൻ പാരായണം ചെയ്തത്. അള്ളാഹു ഒരു ചരിത്ര സംഭവത്തെ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമയുടെ 2 സന്താനങ്ങൾ ഒരു ഖുർബാൻ സമർപ്പിച്ച ചരിത്ര സാഹചര്യത്തെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അള്ളാഹു പറയാൻ, വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ്, അവർക്ക് നിങ്ങൾ ഓതിക്കൊടുക്കണം ആദം നബി അലൈഹി ഇസ്ലാമയുടെ 2 സന്താനങ്ങളുടെ വാർത്തകൾ നിങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കണം, പാരായണം ചെയ്തു കൊടുക്കണം. ഇത് ഖർബാ ഖുർബാന, അവർ 2 പേരും ഒരു ഖുർബാൻ സമർപ്പിച്ചപ്പോൾ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ, ഒരാളിൽ നിന്ന് ഖുർബാൻ സ്വീകരിച്ചു, 2 പേരും ഓരോ ഖുർബാൻ സമർപ്പിച്ചു. ഖുർബാൻ എന്ന് പറഞ്ഞാൽ ബലി, അത് ആരാധനയുടെ ഭാഗമാണ്. 2 പേരും ഓരോ ബലി സമർപ്പിച്ചു. ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേ ആളിൽ നിന്ന് സ്വീകരിച്ചതുമില്ല. ഒരാളിൽ നിന്ന് അല്ലാഹു തആല ബലി സ്വീകരിച്ചു, മറ്റേ ആളിൽ നിന്ന് അല്ലാഹു ബലി സ്വീകരിച്ചതുമില്ല. ഹാബീലും ഖാബീലുമാണ്. നമുക്കറിയാം, ഈ ബലി നിർവഹിച്ച ആദം അലൈഹിസ്സലാമയുടെ 2 സന്താനങ്ങൾ ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കുകയും മറ്റേ ആളിൽ നിന്ന് ബലി സ്വീകരിക്കാതിരിക്കുകയും അതല്ലെങ്കിൽ അയാളുടെ ബലി സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ ബലി സ്വീകരിക്കപ്പെടാതെ പോയ ആ മനുഷ്യൻ പ്രകോപിതനായി പറഞ്ഞു, ഖാല ലഅഖ്തുലന്നക, നിശ്ചയം ഞാൻ നിന്നെ കൊന്നുകളയുക തന്നെ ചെയ്യും, ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഈ ഘട്ടത്തിൽ ബലി സ്വീകരിക്കപ്പെട്ട ആ മനുഷ്യൻ, ആരുടെ ബലിയാണോ അള്ളാഹു സ്വീകരിച്ചത്, ആ മനുഷ്യൻ വളരെ സാത്വികനും നന്മ നിറഞ്ഞ മനുഷ്യനുമായിരുന്നു, നന്മ നിറഞ്ഞ ആദം നബി അലൈഹി ഇസ്ലാമയുടെ സന്താനവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരിൽ നിന്നാണ് ബലി സ്വീകരിക്കുക. അതുകൊണ്ട് നിന്റെ തഖ്വയെ സംബന്ധിച്ച് നീ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഹാബീലും ഖാബീലുമാണ് ഈ 2 സന്താനങ്ങൾ. അവർ നടത്തിയ ബലി എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ഒന്നും കാണുന്നില്ല. എന്നാൽ ഹദീസിലുണ്ടോ? ഹദീസിലും ഒന്നും കാണുന്നില്ല. ഖുർആനിലോ ഹദീസിലോ അവർ നടത്തിയ ബലിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവുമില്ല എന്നുള്ളതാണ്. പിന്നീട് ബൈബിൾ കഥകളിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട്
വ്യാഖ്യാതാക്കളായ ആളുകൾ വിശദീകരണമായിട്ട് നൽകുന്നത്. ബലി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ രൂപം, അതിൻ്റെ ഭാവം, ഇതെല്ലാം വ്യത്യസ്ത ശരീഅത്തുകളിൽ മാറി മാറിയുള്ളതായിരുന്നു. അന്ന് അവർ നടത്തിയ ബലിയുടെ രൂപം നമുക്ക് ബാധകമല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ബലി എന്താണെന്ന് ഖുർആനിലോ ഹദീസിലോ കൃത്യമായി പറയാതിരുന്നത്. നമ്മുടെ ശരീഅത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ആ രീതിയിലുള്ള ഒരു ബലി ഇല്ല എന്നുള്ളതാണ്. ഇനി ബലി സ്വീകരിച്ചു എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അതും ഒരു ചോദ്യമാണ്. ഒരാളുടെ ബലി സ്വീകരിച്ചു, മറ്റേയാളുടെ ബലി സ്വീകരിച്ചില്ല, അതെങ്ങനെയാണ് മനസ്സിലാകുക? അതിന് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ശരീഅത്തനുസരിച്ച് ചില അടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടാവും. അന്നത്തെ ശരീഅത്തനുസരിച്ച്, അന്നത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമയാണല്ലോ പ്രവാചകൻ. ആ പ്രവാചകന് നൽകപ്പെട്ട നിയമസംഹിതയനുസരിച്ച് ചില അടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയെല്ലാമാണ് ബൈബിൾ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഥയിൽ ഇപ്രകാരമാണുള്ളത്: ഒരാൾ കർഷകനും അയാൾ ബലിക്ക് സമർപ്പിച്ചത് ധാന്യവുമായിരുന്നു. മറ്റേയാൾ കാലികളെ പോറ്റുന്നയാളും അയാൾ ബലിക്ക് സമർപ്പിച്ചത് ആടുമായിരുന്നു. ഒരാൾ കർഷകനായിരുന്നു, അയാൾ ബലിക്ക് സമർപ്പിച്ചത് ധാന്യമായിരുന്നു. വേറൊരാൾ കാലികളെ പോറ്റുന്നയാളായിരുന്നു, അയാൾ ബലിക്ക് സമർപ്പിച്ചത് ആടായിരുന്നു. ബലികർമ്മം സമർപ്പിക്കപ്പെട്ട വസ്തു അഗ്നിയാൽ കരിക്കപ്പെട്ടു പോകുന്നതാണ് അത് സ്വീകരിച്ചതിൻ്റെ അടയാളമായിട്ട് അവർ മനസ്സിലാക്കിയത്. അന്നത്തെ കാലത്തെ നിയമസംഹിതയുടെ ഒരു രൂപമാണ്. ഇന്ന് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇസ്ലാമിലുണ്ടോ, ഇതൊക്കെ വിചിത്രമായ രീതികളിലെ എന്ന് തോന്നാം. പക്ഷേ ഓരോ നിയമസംഹിതകളിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരിക്കും ഉചിതം. എന്നാൽ പോലും ഇതാണ് ബലിയുടെ രൂപം എന്ന് ഉറപ്പിച്ചു പറയാൻ വഴിയൊന്നുമില്ല. കാരണം ഇത് ഖുർആനിലോ ഹദീസിലോ പരാമർശിക്കാത്ത, ബൈബിൾ കഥയുടെ ഭാഗമായിട്ട് ഇസ്രായേലിയാത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ തഫ്സീറുകളിൽ വന്ന കാര്യമാണ്. ശരിയാവാനും ശരിയല്ലാതിരിക്കാനും സാധ്യതയുണ്ടെന്നർത്ഥം. ഒരാൾ കർഷകനും അയാൾ ബലിക്ക് സമർപ്പിച്ചത് ധാന്യവുമാണെന്ന് പറയപ്പെടുന്നു. ഒരാൾ കാലികളെ പോറ്റുന്നയാളും അയാൾ ബലിക്ക് സമർപ്പിച്ചത് ആടുമാണെന്ന് പറയപ്പെടുന്നു. ബലികർമ്മം സമർപ്പിക്കപ്പെട്ട വസ്തു അഗ്നിയാൽ കരിക്കപ്പെട്ടു പോകുന്നതാണ് അത് സ്വീകരിച്ചതിൻ്റെ അടയാളമായിട്ട് അവര് മനസ്സിലാക്കിയത്. ഒരാളുടെ ബലി മാത്രമാണ് ഈ രീതിയിൽ അഗ്നിയാൽ കരിക്കപ്പെട്ടു പോകുന്നതായിട്ട് കണ്ടത്. ഏതായാലും ഇങ്ങനെ ഒരു ബലി നടന്നിട്ടുണ്ട്. ആ ബലിയുടെ സ്വഭാവവും അതിൻ്റെ രൂപവും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും ബലി ഒരാളിൽ നിന്നേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നതും ശരിയാണ്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിശ്ചയം അല്ലാഹു തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സുഹൃതങ്ങൾ സ്വീകരിക്കുക. ആ പോയിന്റിലാണ് നമ്മൾ ഉന്നേണ്ടത്. നമ്മൾ ഒരുപാട് ചെയ്തു, കർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്തു. തറാവീഹ് നമസ്കരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, ഒരു ഖത്തം നിർവഹിച്ചവരുണ്ട്, 2 ഖത്തം നിർവഹിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഇഅ്തികാഫിന്റെ ഭാഗമായി മുഴുവനായി ഇഅ്തികാഫ് ഇരുന്നു, ഭാഗികമായി ഇഅ്തികാഫ് ഇരുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ തറാവീഹ്, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് എന്നിത്യാദിയുള്ള ധാരാളം നമസ്കാരങ്ങൾ, നിർബന്ധ നമസ്കാരങ്ങൾ സംഘടിതമായി നിർവഹിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിച്ചു. ഇങ്ങനെയുള്ള ഒരു കാലമായിരുന്നു റമളാൻ കാലം എന്ന് പറയുന്നത്. നാം നിർവഹിച്ച സുഹൃതങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അത് സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ സഹാബിമാർ റമളാൻ കഴിഞ്ഞാലും റമളാൻ അടക്കമുള്ള 6 മാസക്കാലത്ത് അവരുടെ പ്രാർത്ഥന, റമളാൻ കഴിഞ്ഞാലുള്ള 5 മാസവും റമളാനും അടക്കമുള്ള 6 മാസക്കാലത്തെ അവരുടെ പ്രാർത്ഥന അത് സ്വീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയാണ് എപ്പോഴും നമ്മിൽ നിന്ന് ഉയരേണ്ടത്. നമ്മുടെ അഭിലാഷം, നമ്മുടെ ആഗ്രഹം, പടച്ചവനെ ഇത് സ്വീകരിക്കണേ. നിങ്ങൾ നോക്കിയേ, എല്ലാ പുണ്യകർമ്മങ്ങളും നിർവഹിച്ചാലും അങ്ങനെയാണ് വേണ്ടത്. നമസ്കാരം നിർവഹിച്ചാൽ പടച്ചവനെ ഈ നമസ്കാരം എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന വേണ്ടത്. അല്ലാഹുവേ ഈ സുഹൃതം എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. വളരെ ത്യാഗപൂർവം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർവഹിച്ച കർമ്മമായിരുന്നു കഅബാലയത്തിന്റെ നിർമ്മാണം. ആ കഅബാലയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് എന്താ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അല്ല, സ്വീകരിക്കപ്പെടാതെ പോകാൻ പാടില്ല. ആ ഒരു ആശങ്ക എത്രത്തോളം നമുക്കുണ്ട്? നമ്മുടെ കർമ്മങ്ങൾക്കൊന്നും മുൻഗാമികളുടെ കർമ്മങ്ങളുടെ ചൈതന്യമുണ്ടെന്ന് പറയുക സാധ്യമല്ലല്ലോ. പ്രവാചകന്മാരുടെയോ സഹാബത്തിൻ്റെയോ ചൈതന്യം നമ്മുടെ കർമ്മങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല.
അങ്ങനെയുള്ള ഒരു കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ആ കർമ്മം സ്വീകരിച്ചിട്ടുണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസമല്ല, സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകളും ആഗ്രഹവുമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, എന്തിനാണ് ഖുർആനിൽ ഇങ്ങനെ ഒരു വചനം, അതായത് ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ദാനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അവർക്ക് നൽകപ്പെട്ടത് അവർ ആളുകൾക്ക് നൽകുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ കിടുകിടാ വിറക്കുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങൾ കിടുകിടാ വിറക്കുന്ന അവസ്ഥയിൽ ഭയവിഹ്വലരായിക്കൊണ്ടാണ് അവർക്ക് നൽകപ്പെട്ടത് ആളുകൾക്ക് അവർ ദാനം ചെയ്യുന്നത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവരുടെ ചിന്ത എന്താണ്? നിശ്ചയം അവർ അവരുടെ രക്ഷിതാവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അങ്ങനെ ഹൃദയങ്ങൾ ഭയവിഹ്വലമായ അവസ്ഥയിലാണ് അവർ ദാനം ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ വചനത്തെ മുൻനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, പ്രവാചകരെ, അഹുവർ റജുലു യസ്നി വ യസ്രിഖു വ യശ്റബുൽ ഖംർ. എന്തിനാണ് ഈ ദാനം ചെയ്യുന്ന മനുഷ്യനെ പേടിക്കുന്നത്? ആ മനുഷ്യൻ വ്യഭിചാരം ചെയ്തയാളാണോ? മോഷണം ചെയ്തയാളാണോ? മദ്യപാനം നടത്തിയയാളാണോ? മദ്യപിച്ചയാളാണോ? മോഷണം ചെയ്തയാളാണോ? വ്യഭിചാരം ചെയ്തയാളാണോ? പിന്നെ എന്തിനാണ് ആ മനുഷ്യൻ ഇങ്ങനെ പേടിക്കുന്നത്? ദാനം ചെയ്യുന്ന മനുഷ്യൻ എന്തിനാ പേടിക്കുന്നത്? ഈ തെറ്റുകളൊക്കെ ചെയ്ത കാരണത്താലാണോ അയാൾ പേടിക്കുന്നത്? പ്രവാചകരെ, ലാ യാ ബിൻത സിദ്ദീഖ്, ലാ യാ ബിൻത സിദ്ദീഖ്. സിദ്ദീഖിന്റെ മോളെ, ആയിഷ റളിയല്ലാഹു അൻഹയെ അഭിമുഖീകരിച്ചവരാണ്. സിദ്ദീഖിന്റെ മോളെ, അതൊന്നുമല്ല വിഷയം. ലാ യാ ആയിഷ, ആയിഷ അതൊന്നുമല്ല വിഷയം. ലാകിന്നഹു റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖ്. ആ മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ദാനം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞതുപോലെ മേൽപ്പറഞ്ഞ തെറ്റുകളൊന്നും ചെയ്തത് കൊണ്ടല്ല അയാൾ ഭയവിഹ്വലനാവുന്നത്. അയാൾ നമസ്കരിക്കുന്നയാളാണ്, നോമ്പെടുക്കുന്നയാളാണ്, ദാനം ചെയ്യുന്നയാളാണ്, നന്മകൾ തന്നെയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ അവസരം തന്നെ വഹുവ യഖാഫു അല്ലാ യഖ്ബല മിൻ, അള്ളാഹു അയാളിൽ നിന്നത് സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള ആശങ്കയാണ് അയാൾക്ക്. അയാളുടെ പണം, അയാൾ സമ്പാദിച്ച ധനം അയാൾ ആളുകൾക്ക് നൽകുമ്പോൾ അയാൾക്കുള്ള പരിഭ്രാന്തി എന്താണെന്നറിയോ? അല്ലാഹ് അത് സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള ബേജാറാണ് അയാൾക്കുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രാർത്ഥന ഈദ് ദിനത്തിലും ആ പ്രാർത്ഥനയാണ് വേണ്ടത്. കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൽ തഖൗ യൗമൽ ഈദി. പെരുന്നാൾ ദിനത്തിൽ പ്രവാചക ശിഷ്യന്മാരെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ യഖൂലു ബഅദുഹും ലിബഅദിൻ, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അല്ലാഹു എന്നിൽ നിന്നും താങ്കളിൽ നിന്നും നമ്മിൽ നിന്നും താങ്കളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ. ഈദ് ദിനത്തിൽ ഈദ് മൈതാനിയിൽ വെച്ചും ഈദ് മുസല്ലയിൽ മസ്ജിദിൽ വെച്ചെല്ലാം പറയുന്നത് എന്താ? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അല്ലാഹു എന്നിൽ നിന്നും നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ സുഹൃതം സ്വീകരിക്കട്ടെ എന്ന് പറയാം. പ്രാർത്ഥിക്കുകയാണ് പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട്. അത് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യണം. നമ്മൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയുമ്പോൾ എന്ത് തഖബ്ബലല്ലേ ഈ പറയുന്നത്? അല്ലാഹ് നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കണം. നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അല്ലാഹ് സ്വീകരിക്കണം. പ്രാർത്ഥനയാണ് ഒന്നാമതായി വേണ്ടത്. രണ്ടാമതായി വേണ്ടത് ജനങ്ങളിലേക്ക് നന്നായി ചേർന്ന് നിൽക്കണം. ജനങ്ങളോട് കൂടുതൽ കൃപ കാണിക്കണം. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ജനങ്ങളോട് കൃപ കാണിക്കുക, ജനങ്ങളോട് കരുണ കാണിക്കുക. ഇതാണ് വേണ്ടത് അള്ളാഹു നമ്മുടെ സുഹൃതങ്ങൾ സ്വീകരിക്കാൻ. ആ രീതിയിലുള്ള സുഹൃതങ്ങൾ ജനങ്ങളിലേക്ക് ചേർന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ സുഹൃതങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇണങ്ങണം. പരസ്പരം ചേർച്ചയില്ലാതെ രണ്ട് വഴികളിലൂടെ കാണുമ്പോൾ നടന്നു പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് മുഖത്തോട് മുഖം നോക്കി സലാം പറഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവണം. ബന്ധങ്ങൾ നന്നാവുമ്പോഴേ അള്ളാഹു നമ്മുടെ സുഹൃതങ്ങൾ സ്വീകരിക്കൂ. നമ്മൾ അള്ളാഹിനോട് നന്നായി ബന്ധപ്പെടുന്നുണ്ട് ഇബാദത്തുകളിലൂടെ. പക്ഷേ നമ്മുടെ സഹോദരന്മാർക്കിടയിൽ പരസ്പര ബന്ധം ഇല്ല. സഹോദരന്മാര് പരസ്പരം പിണങ്ങിയാണ്, എന്തെങ്കിലും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ. അയൽക്കാരുമായിട്ട് ബന്ധവിച്ഛേദമാണ്.
അതുപോലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ബന്ധവിച്ഛേദമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധവിച്ഛേദമാണ്. ഇവരെങ്ങനെ പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ ബന്ധങ്ങൾ അവർ നന്നാക്കണം. സ്വഹീഹായ ഒരു ഹദീസാണ് ഈ ഉദ്ധരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. സ്വർഗത്തിന്റെ കവാടം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും തുറക്കപ്പെടുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗ കവാടം തുറക്കപ്പെടുന്നുണ്ട്. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത എല്ലാ ദാസന്മാർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നുണ്ട്. സ്വർഗ കവാടങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കപ്പെടും. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാവർക്കും അള്ളാഹു വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയുമായിട്ട് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. ഇല്ലാ റജുലുൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനൊഴികെ ഒരു മനുഷ്യന് പുറത്തു കൊടുക്കൂല, അയാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. കാന ബൈനഹു വ ബൈന അഖീഹി ശഹനാ. അയാൾക്കിടയിലും അയാളുടെ സഹോദരനിടയിലും എന്തെന്നില്ലാത്ത ഒരു വിദ്വേഷമുണ്ട്. പരസ്പരം പിണങ്ങിക്കൊണ്ട് രണ്ടാളും രണ്ട് വഴിക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്തബന്ധുക്കളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായിരിക്കാം, അതല്ലെങ്കിൽ കുടുംബക്കാരായിരിക്കാം, മാതാപിതാക്കളും മക്കളുമായിരിക്കാം, പരസ്പരം പിണങ്ങി ജീവിക്കുന്ന ആളുകൾ. ഇല്ലാ റജുലുൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹനാ. ഒരു മനുഷ്യനും അയാളുടെ സഹോദരനും ഇടയിൽ വല്ലാത്ത വിദ്വേഷം, വെറുപ്പ്, പരസ്പരം കണ്ടുകൂടാത്ത അവസ്ഥ. ഇങ്ങനെയാവുമ്പോൾ ഫയഖൂൽ, അല്ലാഹു പറയാൻ, ഉൻളുറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. ഈ രണ്ടുപേരുടെ കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അവർ നന്നായിട്ട് മതി. അവരുടെ കർമ്മം കൊണ്ട് ഇങ്ങോട്ട് വരലേ. മലക്കുകളോട് പറയാം, അവരുടെ സുഹൃതവുമായി, അവരുടെ റമളാൻ സുഹൃതങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരൽ അവർ നന്നായിട്ട് മതി. അവരുടെ തറാവീഹും ഖിയാമുൽ ലൈലും തഹജ്ജുദുമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരൽ അവർ നന്നായിട്ട് മതി. അവർക്ക് പാപമോചനം, അവര് പരസ്പരം നന്നാവട്ടെ. പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് പരസ്പരം, അല്ലാഹു തആല പറയാൻ, അല്ലാഹു പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫയഖൂൽ, അപ്പോൾ അല്ലാഹു പറയും, ഉൻളുറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. അവർ നന്നാവുന്നത് വരെ, അവരുടെ ബന്ധം നന്നാക്കുന്നത് വരെ അവരുടെ കാര്യത്തിൽ സാവകാശം നൽകണേ. അവർക്ക് പുറത്തു കൊടുക്കലും അവരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടലും എല്ലാം അവരുടെ പരസ്പര ബന്ധം നന്നാക്കിയിട്ട് മതി. ഇത് 2 പ്രാവശ്യം പറയുമെന്ന, ഉൻളുറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. അവര് പരസ്പരം നന്നാവുന്നത് വരെ അവരുടെ കാര്യത്തിൽ നിങ്ങൾ സാവകാശം നൽകണേ സഹോദരങ്ങളെ. അതുകൊണ്ട് അതും വളരെ പ്രധാനമാണ്. നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ നന്നാക്കണം. അതിനാണ് ഈ ഈദ് മൈതാനിയിലൊക്കെ ആളുകൾ പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നൊക്കെ പറയുന്നതോടുകൂടി മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് നീങ്ങണം. അതിന് മൈതാനിയിലേക്ക് വരണമെന്നില്ല. ഈദിൻ്റെ ആ ഒരു വാർത്ത വന്നാൽ, ഈദാണ് എന്നുള്ള വാർത്ത വന്നാൽ നമ്മുടെ അയൽവക്ക വീട്ടിലേക്ക് പോകണം. മൈതാനിയിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ അന്നത്തെ രാവിലെ തന്നെ ബന്ധവിച്ഛേദം നടക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവരവരുടെ അയൽവക്ക വീടുകളിലേക്ക്, രക്തബന്ധുക്കളുടെ അടുക്കിലേക്ക് പോകണം. ഈ റമളാനിൽ സുഹൃതങ്ങൾ പടച്ചവൻ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നന്നാവണം. ഇനി നമ്മൾക്കിടയിൽ ഒരു പിണക്കത്തിൻ്റെ ആവശ്യമില്ല. അത് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു തീർത്തുകൊണ്ട് നമ്മൾ ഈദ് മൈതാനിയിലേക്ക് വരുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ള ബോധമുണ്ടാവണം. അള്ളാഹു കബൂൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും സുഹൃതങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും പൊരുത്തം
പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അതുപോലെ ഓപ്പറേഷന് വിധേയമാവുന്ന ആളുകൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഓപ്പറേഷന് വിധേയമായി അതുപോലെ തന്നെ രോഗികൾ രോഗത്തിൻ്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അല്ലാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷിഫാഉൻ കാമിൽ, ഷിഫാഉൻ താം, പൂർണ്ണമായ ശമനം അല്ലാഹു തആല നമ്മിൽ രോഗികളായ മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ. ജീവിതശൈലി സംബന്ധമായ രോഗങ്ങളും ഇനി ഭീകരമായ രോഗങ്ങൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ വീടകങ്ങളിലും അയൽപക്കങ്ങളിലും ഒക്കെയുള്ള ആളുകൾ, അവർക്കെല്ലാം തന്നെ അല്ലാഹു തആല സമ്പൂർണ്ണമായ ശിഫാ നൽകുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും രോഗമുണ്ടാവും നമ്മളറിയാതെ. അല്ലാഹു ആ രോഗത്തെ അതിൻ്റെ അടയാളങ്ങളോടുകൂടി തന്നെ നീക്കി തരുമാറാവട്ടെ. പടച്ചവനെ ഞങ്ങളെ നീ കേൾക്കണമേ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാക്കി മാറ്റണമേ. അല്ലാഹുവേ, അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും നീ ഒരുക്കി കൊടുക്കണമേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ എഴുതുന്ന, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ഉന്നത വിജയം നൽകി അവരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളെല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, മർദ്ദിതരായ ഇറാൻ ജനതയെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, സൈനിസത്തെയും അതുപോലെ തന്നെ ഫാസിസ്റ്റ് സാമ്രാജ്യത്വ അജണ്ടകളെയും എന്നേക്കുമായി പടച്ചതമ്പുരാനെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ, കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദവും പരസ്പര സ്നേഹവും ഞങ്ങളുടെ എല്ലാ പ്രദേശങ്ങളിലും നീ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, വിവാഹം സാധ്യമാവാതെ പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അല്ലാഹുവേ, അനുയോജ്യരായ ഇണകളെ കൊണ്ട് അവരുടെ വിവാഹം നീ സാധ്യമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ശവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അല്ലാഹുവേ, ഉചിതമായ വിവാഹാലോചനകൾ, അല്ലാഹുവേ, ആ വിവാഹാലോചനകൾ ഇണങ്ങിച്ചേരുന്ന അവസ്ഥയും സാഹചര്യവും അവരുടെ കാര്യത്തിൽ നീ ഉണ്ടാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ കുടുംബങ്ങൾ വലിയ വിഷമം ആ വിഷയത്തിൽ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ കുടുംബങ്ങളുടെ വിഷമം, പ്രയാസം നീ തീർത്തു കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. പടച്ചവനെ, നിന്നെ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകൾ, ദാസന്മാരുണ്ട്. പടച്ചതമ്പുരാനെ, ഞങ്ങൾക്ക് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായ റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും, എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരയണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ വലിസാഇരി ജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.